യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷ സർക്കാർ പല പദ്ധതികളും ഉദ്ഘാടനം ചെയ്തത് തങ്ങളുടെ ഭരണ നേട്ടമെന്നുള്ള അഭിമാനത്തോടെ അഹങ്കാരത്തോടെ കൊട്ടിഘോഷിച്ചുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു അവരുടെ ഭരണകാലത്താണ് ആ പദ്ധതികളൊക്കെ തുടക്കമിട്ടത് എന്ന്. എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകുമ്പോൾ തങ്ങളുടേതാണ്, തങ്ങളുടെ പ്രയത്ന ഫലമാണെന്നൊക്കെ അവകാശപ്പെടാൻ അനേകർ മുന്നോട്ട് വരാറുണ്ട്. അത് മനുഷ്യന് സ്വാഭാവികമായ ഒരു ചിന്തയാണ്. എന്നാൽ ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലം സ്വന്തമാക്കി കരുതി അഭിമാനിക്കാനോ അഹങ്കരിക്കാനോ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. വിതയ്ക്കുന്നവരല്ല കൊയ്യുന്നത്. പക്ഷേ വിതയ്ക്കുന്നവരും കൊയ്യുന്നവരും ഒരുപോലെ അഭിമാനിക്കുകയാണെങ്കിൽ അത് എത്രയോ നല്ലതാണ്. അതുകൊണ്ടാണ് വചനത്തിൻ്റെ 2-ാം ഭാഗത്ത് നമ്മൾ കാണുക, എന്തെങ്കിലും നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിൽ നിങ്ങൾ അഭിമാനിക്കുക. എന്തെങ്കിലും നേട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കൃപ കൊണ്ട് കിട്ടിയതാണ്. നമ്മുടെ അധ്വാനം അതിനകത്തുണ്ടെങ്കിലും കർത്താവാണ് ഫലം തരുന്നത് എന്ന ചിന്തയോടെ, അവിടുത്തെ കൃപ കൊണ്ടാണ് ഇത് കിട്ടിയതെന്ന ചിന്തയോടെ അവിടുത്തേക്ക് മഹത്വം നൽകുന്നതാണ് ഏറ്റവും നല്ല മനോഭാവം. ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.